കുട്ടികളൊക്കെ അങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാഷുമാരും ടീച്ചർമാരും അത് കണ്ടിട്ട് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടല്ലേ, ഇക്കൊല്ലം സ്കൂൾ പൂട്ടാറായില്ലേ, ഇവരെയൊക്കെ ഇവിടെ ചേർത്ത് കളയും നമ്മളെ സ്കൂളിലേ എന്ന് ഓല് പറഞ്ഞ് ഓലെ തമ്മിലിങ്ങനെ സംസാരിച്ചു കൊണ്ട് പോന്നു. എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ ഭയങ്കര ബുദ്ധിയല്ല. ഈ മന്ദബുദ്ധികൾക്ക് ചേർക്കുന്നില്ലല്ലോ. സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മലയാളം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ, മറ്റേതാ മറിച്ചേതാന്നല്ല പറയുന്നത്. എന്നിട്ട് അതൊരു മാസം അപ്പോൾ സ്കൂൾ പൂട്ടാനായി. അപ്പോൾ അവിടെ അടുത്തുള്ള ടീച്ചർമാരും മാഷന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അടുത്ത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ഒരു 3-3:30 ഏതാണ്ട് 3:30 ഉണ്ടാവും സമയത്താണ് അവർ വന്നത്. നോക്കുമ്പോൾ മറ്റുള്ള എല്ലാ വീട്ടിലും ആൾക്കാർ വന്ന്. ഈ സെൽവീൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല, അന്ന് ലേറ്റായിപ്പോയി. എന്നിട്ട് അവിടെ ഉള്ള ആ 9 വീട്ടിലുള്ള കുട്ടികളെയും പേര് ചേർത്ത് അച്ഛനും അമ്മയും ചേർത്ത് സ്കൂളിൽ. ഇയാളെ ചേർക്കാൻ അച്ഛനും അമ്മയും എത്തിയിട്ടില്ലല്ലോ. കുട്ടി ഇങ്ങനെ പെരിയ മേലെ നോക്കി നിൽക്കുന്ന അച്ഛനും അമ്മയും വരുന്നുണ്ടോയെന്ന്. എവിടെ വരുന്ന് പോലെ കാണുന്നില്ല. അന്നേരം ടീച്ചറും മാഷന്മാരൊക്കെ കുട്ടീനോട് ചോദിച്ച്, മോളെ നിനക്ക് സ്കൂളിൽ പോണ്ടേ എന്ന് ചോദിച്ച്. പോകണം എന്ന് പറഞ്ഞ്. പഠിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ച്. ആ എനിക്കിഷ്ടമാണ് ടീച്ചറെ എന്ന് പറഞ്ഞ്. അതിന് അച്ഛനും അമ്മയും വരണ്ടേ, അച്ഛനെയും അമ്മേനെയും കാണുന്നില്ലല്ലോ എന്ന് ഓരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത്. കാണുന്നില്ല. ശരി മോളെ, ഞങ്ങൾ നാളെ വരാം, ഞങ്ങൾ പോയിട്ട് വരും കേട്ടോ, നമുക്ക് കുറച്ച് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഓല് പോയിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും വരുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും വരുമ്പോൾ ഈ കുട്ടി പാഞ്ഞു ചെന്നിട്ട് അമ്മേന്ന് വിളിച്ച്. അമ്മ ചോദിച്ച്, എന്താ കാര്യം എന്ന് ചോദിച്ച്. ഇന്നൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ്. എന്നാ പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞ്. ഇവിടെ എല്ലാവരെയും സ്കൂളിൽ ചേർത്തറിയോ? ഏത് സ്കൂളിൽ? നമ്മളെ റെയിലിൻ്റെ അപ്പുറത്തുള്ള സ്കൂളിൽ ചേർത്തതാ. ടീച്ചർമാരും മാഷന്മാരും എല്ലാവരും ഇവിടെ നിന്ന് വന്നിന്. ഞങ്ങൾ മാത്രം എത്തിയിട്ടില്ല. എല്ലാ വീട്ടിലും എല്ലാ കുട്ടികളും ചേർത്ത്, എന്നെ ഒഴിച്ച് എല്ലാവരും ചേർത്തിന് എന്ന് പറഞ്ഞു കുട്ടി. അതിനെന്ത് വേണപ്പോൾ എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ച്. എനിക്ക് സ്കൂളിൽ പോകണം, എന്നെ ഇവിടെ ചേർക്കണം എന്ന് പറഞ്ഞ്. അന്നേരം അമ്മയ്ക്ക് പിന്നെ വാശിയുണ്ടല്ലോ, അച്ഛനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇവള് പറഞ്ഞില്ല, അച്ഛനെയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വാശി അമ്മേൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അത് പാടില്ല, ചെറിയ കുട്ടീനോടാണ് ഇത് ചെയ്യുന്നത്. അത് അമ്മ അറിയുന്നില്ല. അമ്മ ചെയ്യുന്നത് വളരെ തെറ്റാന്നുള്ളത് അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ല. അന്നേരം അമ്മേൻ്റെ വാശി അതാണ് അമ്മേൻ്റെ മനസ്സിലും എല്ലാം പ്രവൃത്തിയിലും ഉള്ളത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ മലയാളം ഒന്നും പഠിക്കണ്ട, ഇത് പഠിച്ചിട്ട് നീ തമിഴ്നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഭാഷ പറഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും മനസ്സിലാവുമോ എന്ന് പറഞ്ഞ്. അന്നേരം കുട്ടി പറഞ്ഞ്, അമ്മേ, ഞാൻ തമിഴ്നാട്ടുകാരെ പഠിപ്പിക്കാനാണോ ഞാൻ സ്കൂളിൽ പോകുന്നത്? അല്ലല്ലോ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞ്. ഓ, ഇപ്പോഴേ ഇങ്ങനെ സംസാരിക്കാനായില്ലേ? ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നീയൊക്കെ ആരായിരിക്കും? എന്നെയൊക്കെ ചവിട്ടി കൊരട്ടി കലയില്ലേ എന്ന് പറഞ്ഞ് അമ്മ അങ്ങോട്ട് കുട്ടീനോട് മറുപടി. കുട്ടി പറഞ്ഞ്, ഇല്ല അമ്മ, ഞാൻ അങ്ങനെയൊന്നും ആരെയും
ചവിട്ടാനും കുരട്ടാനും അല്ല ഞാൻ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത്. എനിക്കൊരു 4 അക്ഷരം പഠിക്കണം, എനിക്ക് ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വെറുപ്പ് പിടിച്ച്. എനിക്ക് ബുക്ക് വായിക്കണമെങ്കിൽ ഉടവളിപ്പീടി പോയിക്കോ, അവിടെ ഒരുപാട് ബുക്ക് ഉണ്ടാവും, കുന്നുപോലെ കൂട്ടിയിട്ടുണ്ടാവും, ആടെ എടുത്തിട്ട് വായിച്ചോ, ആര് പറഞ്ഞ് വേണ്ടതെന്ന്. അന്നേരം പറഞ്ഞ് ബുക്ക് അവിടെ കുന്നുപോലെ ഉണ്ട്, അത് വായിക്കാൻ അറിയണ്ടേ, വായിക്കാൻ അറിയണമെങ്കിൽ സ്കൂളിൽ പോകണ്ടേ. അന്നേരം അമ്മയ്ക്ക് ഇഷ്ടമല്ല, പിന്നൊന്നും അനങ്ങിയില്ല. അന്നേരം കല്യാണി അമ്മമ്മ ഇത് കേൾക്കുന്നുണ്ടല്ലോ, കല്യാണി അമ്മമ്മ പറഞ്ഞ് തായമ്മേ, ഓ കുട്ടി എന്തെന്നാ ചോദിക്കുന്നത്, ഇപ്പം എല്ലാ കുട്ടികളെയും സ്കൂളിൽ കൊണ്ടുവിടുന്നുണ്ട്, അടിച്ചിട്ടും ചവിട്ടിയിട്ടും കുത്തിയിട്ടും സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ അച്ഛനും അമ്മയും കൊണ്ടാക്കുന്നത്. നിനക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല, നിൻ്റെ മോള് സ്വന്തം പോവാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നത്. എനിക്കെന്തിനാ എത്ര വാശി, നീ എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്, മര്യാദയ്ക്ക് ആ കുട്ടീനെ അങ്ങ് സ്കൂളിലാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ്. നിനക്കെന്താ പൈസ ചിലവുണ്ട്, അത് ഗവൺമെൻറ് സ്കൂളല്ലേ, ഒരു 10 പൈസ ചിലവില്ലാലോ, അവിടെ ആക്കി കൊടുക്ക്, ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ ഉണ്ടല്ലേ, പിന്നെന്താ നിനക്ക് എന്ന് പറഞ്ഞ്. അതിന് മറുപടി അമ്മ അങ്ങോട്ട് പറഞ്ഞ്, അതല്ല അമ്മ ഞാൻ പറയുന്നത്, ഭക്ഷണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവള് ഇവിടെ മലയാളം പഠിച്ചിട്ട് എന്ത് കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പോകില്ലേ, പിന്നെ അവിടെ പോയിട്ട് ഒരു യൂസ് ഇല്ലല്ലോ, ഇത് വെറുതെ എന്തിനാ അത് സമയം കളയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത് എന്ന് അമ്മ പറഞ്ഞു. അതിന് കല്യാണി അമ്മ പറഞ്ഞ്, വെറുതെ ഇവിടെ മണ്ണ് വാരി കളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ, എല്ലാ കുട്ടികളും പോയില്ലേ, ഓൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഓളെയും കൂടെ ആക്കി കൊടുക്ക് എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ആക്കാൻ പാടില്ല എന്നുള്ളതിൽ അമ്മ നല്ലോണം ഉറപ്പിച്ച് നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ അമ്മ ചേർത്ത് വിടും, സ്കൂളിൽ ചേർക്കൂലോ, അങ്ങനെ ചേർത്തിട്ടില്ല. നീ സ്കൂളിൽ പോകണ്ട, അങ്ങനെയാ ഇങ്ങനെയാ, തമിഴ്നാട്ടിൽ പോകുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുപോയി ചേർക്കും എന്ന് പറഞ്ഞ്. എനിക്ക് അതിന് ഇനി 1 കൊല്ലം കൂടി ആവണ്ടേ, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് 6 വയസ്സാകുമ്പോൾ ചേർക്കാമെന്ന് പറഞ്ഞ്. എല്ലാ കുട്ടികളെയും 5 വയസ്സിൽ ചേർക്കുമ്പോൾ ഇവിടെ 6 വയസ്സിലാണ് ചേർക്കാൻ പോകുന്നത്. എല്ലാം തല തിരിച്ചാ. നാട്ടിൽ പോകുമ്പോൾ അവിടെ സ്കൂളുണ്ട്, നിന്നെ അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. ശരി, ഇനി എന്ത് ചെയ്യാനാ, അമ്മയെ ധിക്കരിച്ച് പോവാനൊന്നും പറ്റൂലല്ലോ. അന്നേരം ശരി എന്ന് പറഞ്ഞ്, വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അമ്മയെ എതിർത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ വന്ന്, അച്ഛൻ വരുമ്പോൾ കുട്ടി മുഖമെല്ലാം വാടി ഇങ്ങനെ കുത്തിരിക്കുന്നു. അന്നേരം ചോദിച്ചു അച്ഛൻ, എന്തു പറ്റി, ഒരു മിണ്ടാട്ടമില്ലല്ലോ എന്ന് ചോദിച്ച്. അന്നേരം ഒന്നും അനങ്ങുന്നില്ല. പതുക്കെ പറഞ്ഞ്, എന്താ അമ്മ അടിച്ചോ എന്ന് ചോദിച്ച്. ഇല്ല അച്ഛാ, അമ്മ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. പിന്നെന്താ മുഖമെല്ലാം അവർ വല്ലാണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ്. എനിക്ക് സ്കൂളിൽ പോകണം, അമ്മ എന്നെ ചേർക്കൂലെന്ന് പറഞ്ഞ്. ആ ഓ അതാണ് പ്രശ്നമല്ലേ, ശരി നീ വിഷമിക്കണ്ട, ഞാൻ അമ്മേനോട് പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞ്. പിന്നെ അച്ഛൻ്റെ വാക്കവിടെ ചിലവാകൂലോ. ആദ്യം ആണെങ്കിൽ ആദ്യത്തെ പോലെ സ്വഭാവമാണെങ്കിൽ അച്ഛൻ്റെ വാക്കല്ല, അച്ഛനൊന്നിങ്ങനെ നോക്കിയാൽ അത് അവിടെ ചിലവാകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം മാറിപ്പോയില്ലേ, ഭരണം മാറിയില്ലേ, ഇപ്പം അമ്മേൻ്റെ ഭരണമല്ലേ, അതുകൊണ്ട് അച്ഛൻ്റെത് അവിടെ ചിലവാകില്ല. എന്നിട്ട് അച്ഛൻ പതുക്കെ ഒന്നങ്ങ് പറഞ്ഞ്, ആ മോളെ ഒന്ന് സ്കൂളിലാക്കിയാലോ, എല്ലാ കുട്ടികളും എല്ലാവരും ആക്കിയില്ലേ, ഇവിടെ ഒന്ന് ആക്കിയാലോ എന്ന് അച്ഛൻ അമ്മേനോട് പറഞ്ഞു. അതിന് അമ്മ ഇങ്ങോട്ട് മറുപടി പറഞ്ഞു, ഏത് സ്കൂളിൽ എന്ന് ചോദിച്ച്. നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്, ഇവിടെ എത്ര സ്കൂളുണ്ട്, നമ്മുടെ റെയിലിൻ്റെ അപ്പുറത്തുള്ള സ്കൂൾ തന്നെ എന്ന് പറഞ്ഞു. റെയിലിൻ്റെ അപ്പുറത്താ, ഓ ഇപ്പോൾ മലയാളം പഠിച്ചിട്ടോ, ഇവളെന്ത് ചെയ്യാൻ പോവാ അപ്പോൾ, ഈ തമിഴ്നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും അറിയോ എന്ന് പറഞ്ഞ്.
അതുവരെ ഇവിടെ ഒന്ന് പഠിച്ചോട്ടെ, വെറുതെ അല്ലേ നിൽക്കുന്നത്, മണ്ണ് വാരി കളിക്കുന്നത്. അതുവരെ അവിടെ പോട്ടെ, തമിഴ്നാട്ടിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ചേർക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. അതൊന്നും വേണ്ട, ഇനി 1-2 മാസം കൊണ്ടൊന്നും ഇവള് അപ്പാട് എല്ലാം പഠിച്ചു കളയോ? ഒന്നും ബാക്കി വെക്കാണ്ട് എല്ലാം മുഴുവൻ പഠിച്ചു കളയോ? വേണ്ട, നമുക്ക് തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ചേർക്കാം. അതാവുമ്പോൾ പ്രശ്നമില്ല, മാതൃഭാഷയല്ലേ, പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇനിയും അത് ധിക്കരിച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലോ? അത് മതി പിന്നെ കച്ചറ ഉണ്ടാക്കാൻ. പിന്നെ അന്ന് കച്ചറ ഉണ്ടാക്കി അന്ന് ഉറങ്ങും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നേരം വെളുപ്പിക്കും. അങ്ങനെ തന്നെ വർത്താനം പറഞ്ഞിട്ട് നേരം വെളുപ്പിച്ച് കളയും. അങ്ങനത്തെ ആൾക്കാരാ. എന്നിട്ട് അച്ഛനൊന്നും അനങ്ങിയില്ല. അന്നേരം അമ്മേനോട് അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് വന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.